ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ കാൽനദീപം വചനധ്യാനത്തിലൂടെ മനുഷ്യൻ്റെ വിചാരങ്ങളും ദൈവിക പദ്ധതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്പമായിട്ട് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ വിചാരങ്ങൾ പലപ്പോഴും കാഴ്ചയ്ക്കും കേൾവിക്കും അധിഷ്ഠിതമാണ്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറുകയില്ല. എത്ര വാഗ്ദത്തം നമുക്ക് ലഭിച്ചാലും മനുഷ്യൻ്റെ പരിമിതി, അവൻ കാണുന്നതും കേൾക്കുന്നതിനുമനുസരിച്ച് ദൈവിക വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരും. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 48:11 തൻ്റെ 147 വയസ്സിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിനെ കാണുമ്പോൾ പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്. ഉൽപ്പത്തി 48:11 ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ. നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. യാക്കോബിന്റെ വിചാരം. ഇസ്രായേലായി മാറിയ ആദ്യകാലത്ത് യാക്കോബ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ പിതാവ് വിചാരിച്ചു യോസേഫിന്റെ മുഖം പോലും കാണുവാൻ പറ്റുകയില്ല എന്ന്. എന്നാൽ നിന്റെ മക്കളെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ. ദൈവം സംഗതി വരുത്തിയത് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് യോസേഫിന്റെ മുഖം പോലും കാണുമെന്ന് യാക്കോബ് വിചാരിക്കാതെ ഇരുന്നത്? അവന്റെ മുഖം പോലും കാണുമെന്ന് വിചാരിച്ചില്ല. അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അവന്റെ നല്ല പ്രായത്തിൽ താൻ കേട്ട ഒരു വാർത്ത, താൻ കണ്ട ഒരു കാഴ്ച. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് 37 അധ്യായത്തിന്റെ 32 വാക്യം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. യോസേഫിന്റെ സഹോദരന്മാർ ഒരു നിലയങ്കി യാക്കോബിനെ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു. 37:32 ഇത് നിന്റെ മകന്റെ അങ്കി തന്നെയോ? ഒരു വസ്ത്രം പിതാവിനെ കാണിച്ചുകൊണ്ട് സഹോദരന്മാർ ചോദിക്കുകയാണ്, ഇത് നിന്റെ മകന്റെ അങ്കി തന്നെയാണ്. പെട്ടെന്ന് തന്നെ യാക്കോബിന് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, ഇതെന്റെ മകന്റെ അങ്കിയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, അങ്കി യോസേഫിൻ്റെതാണെങ്കിലും അങ്കിയിൽ പുരണ്ടിരിക്കുന്ന രക്തം യോസേഫിൻ്റെതല്ല. യോസേഫിന്റെ വസ്ത്രം മാത്രം കീറുവാനേ സഹോദരന്മാർക്ക് കഴിയത്തുള്ളൂ. യോസേഫിനെ കീറിക്കളയുവാൻ കഴിയുകയില്ല. കാരണം അവൻ വാഗ്ദത്ത സന്തതിയാണ്. യാക്കോബിന്റെ നല്ല പ്രായത്തിൽ 32 അധ്യായത്തിൽ അവന് കിട്ടുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32:12 ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം 32 അധ്യായത്തിൽ യാക്കോബിന്റെ നല്ല പ്രായത്തിൽ യാക്കോബിന് നൽകുന്ന ഒരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കും. ഇതൊരു വാഗ്ദത്തമാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. അവൻ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. അവൻ ദൈവമാണ്. എന്നാൽ ഈ 37 അധ്യായം വരുമ്പോഴേക്ക് കണ്ട കാഴ്ച, കണ്ട അങ്കി, കേട്ട വാർത്ത വാഗ്ദത്തത്തെ മറച്ചു കളയുന്നു. നമ്മുടെ ജീവിതത്തിലും വേദപുസ്തകം ഒരുപാട് വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെയും നമ്മുടെ തലമുറയെയും കുറിച്ച് നൽകുന്നുണ്ട്. എന്നാൽ ആ വാഗ്ദത്തങ്ങളെ കണ്ണുമടച്ച് വിശ്വസിച്ച് അതിലാശ്രയിച്ച് അതിൽ വിശ്രമിക്കേണ്ടതിന് പകരം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മുടെ വിചാരങ്ങളായി മാറുമ്പോൾ സംഭവിക്കുന്നത് വാഗ്ദത്തം നഷ്ടമാകുന്നില്ല, പക്ഷേ വാഗ്ദത്ത പൂർത്തി വരുന്ന ആ ഒരു കാലയളവ് വരെ നാം സങ്കടത്തിലും ദുഃഖത്തിലും കഴിയുകയാണ്. ഇവിടെ അങ്കി പുത്രൻ്റെതാണ്, പക്ഷെ അങ്കിയിൽ പുരണ്ടിരിക്കുന്ന രക്തം
കോലാട്ട് കൊറ്റൻ്റെതാണെന്ന് തിരിച്ചറിയുവാൻ യാക്കോബിന് കഴിയാതെ പോയി. യാക്കോബ് അങ്കി കണ്ടിട്ട് പറയുകയാണ്, അതെ, ഇതെന്റെ പുത്രന്റെ അങ്കി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറുകയാണ്. അവൻ രട്ടുടുക്കുകയാണ്. വാഗ്ദത്തം മറന്നുപോയി. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ കാഴ്ചകൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട്, വാർത്തകൾ കൊണ്ട് നാം നൊടി നേരത്തേക്ക് മറന്നു പോവുകയാണെങ്കിൽ യാക്കോബിനെ പോലെ വലിയ ദുഃഖത്തിലേക്ക് നാം പോവുകയാണ്. നല്ല പ്രായത്തിൽ കേട്ട ഈ ദുർവാർത്ത നിമിത്തം തൻ്റെ 147 വയസ്സിൽ മരണക്കിടക്കയിൽ യോസെഫിനെ മുഖാമുഖം കാണുന്നത് വരെ താൻ വലിയ കയ്പിന്റെയും ദുഃഖത്തിന്റെയും ആകുലതയുടെയും മധ്യത്തിലാണ് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. വാഗ്ദത്തം ചെയ്തവനെ കീറിക്കളയുവാൻ ഒരു ലോകശക്തിക്കും സാധ്യമല്ല. അവന്റെ വസ്ത്രം മാത്രമേ കീറാൻ സാധിക്കുകയുള്ളൂ, അവന്റെ രക്തം ചൊരിയുകയില്ല. എന്നാൽ കണ്ട കാഴ്ചയിൽ താൻ വിശ്വസിച്ചു പോയത് കൊണ്ട് തൻ്റെ പുത്രൻ മരണപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ശത്രു തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ വാഗ്ദത്തം മറന്നുപോയ യാക്കോബിന് കണ്ണുനീരിന്റെയും കയ്പിന്റെയും അനുഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? എത്രയോ വാഗ്ദത്തങ്ങൾ നമ്മുടെ തലമുറയെ കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ വിഷയങ്ങളിലും നമുക്ക് വചനാടിസ്ഥാനത്തിൽ കിട്ടുന്നുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നാം കേൾക്കുന്നുണ്ട്, നാം ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ കാഴ്ചയുടെയും കേൾവിയുടെയും അടിസ്ഥാനത്തിൽ വിചാരങ്ങൾ പെരുകുമ്പോൾ നാം വിചാരിക്കുകയാണ്, ഇങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. നാം എത്ര വിചാരിച്ചാലും വിശ്വസ്തനായ ദൈവം തൻ്റെ വാഗ്ദത്തം ആ കറക്റ്റ് സമയത്ത്, അവൻ്റെ സമയത്ത് നിവർത്തിച്ചു തരും. പക്ഷേ ആ വാഗ്ദത്തം നിവർത്തിയാകുന്ന പീരിയഡ് വരെ, ആ കാലയളവ് വരെ നമ്മുടെ വിചാരങ്ങൾ നമ്മെ ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങളിലേക്ക് കടത്തിവിടും. ഇവിടെ നാം വായിക്കുന്നുണ്ട്, യാക്കോബിന്റെ പുത്രന്മാരും പുത്രിമാരും വന്നവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. 37:35 ഇങ്ങനെ പറയുന്നു, അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു, അവനോ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലായിരുന്നു. കാഴ്ചയിൽ വിശ്വസിച്ചത് കൊണ്ട്, കേൾവിയിൽ വിശ്വസിച്ചു കൊണ്ടത്, വാഗ്ദത്തത്തെക്കാൾ തൻ്റെ അനുഭവങ്ങൾ ഊന്നൽ കൊടുത്തത് കൊണ്ട്, സാഹചര്യങ്ങളിലേക്ക് നോക്കിപ്പോയത് കൊണ്ട് ആശ്വാസം കൈക്കൊള്ളുവാൻ അവന് മനസ്സില്ലാതെ പോയി. തൻ്റെ ജീവിതത്തെ വലിയ കയ്പിലേക്ക് താൻ തന്നെ തള്ളിവിടുന്ന അനുഭവം. താൻ വസ്ത്രം കീറുകയാണ്, യാക്കോബ് രട്ടുടുക്കുകയാണ്. ഇനി എനിക്കൊരു ജീവിതം, സുഖകരമായ ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കണ്ണുനീരിന്റെ വഴി താൻ തന്നെ തിരഞ്ഞെടുക്കുന്നു. ആ സമയത്ത് പുത്രൻ കീറപ്പെട്ടിട്ടില്ല. അവൻ പോത്തിഫറിന്റെ ഭവനത്തിൽ സുരക്ഷിതനാണ്. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കാതെ, സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് വിചാരങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് നാം തന്നെ നമ്മുടെ ആശ്വാസം കളയുന്നവരായി തീർന്നു പോകുന്നെങ്കിൽ, ഇന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കാണുന്നതും കേൾക്കുന്നതും എന്തുമായിക്കൊള്ളട്ടെ, കാഴ്ചയ്ക്കപ്പുറം കേൾവിക്കപ്പുറം വാഗ്ദത്തം നിറവേറ്റുവാൻ പറ്റുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. യോസെഫിന്റെ സഹോദരന്മാർ യാക്കോബിനോട് വന്നിട്ട് ചോദിക്കുന്നു, ഇത് നിന്റെ മകന്റെ അങ്കിയോ? അങ്കി കണ്ട യാക്കോബ് പറയുന്നു, അതെ, ഇതെന്റെ മകന്റെ അങ്കിയാണ്. പക്ഷെ ഒന്ന് തിരിച്ചറിയുക, അങ്കി യോസെഫിൻ്റെതാണ്. പക്ഷേ അങ്കിയിൽ പുരണ്ടിരിക്കുന്ന രക്തം യോസെഫിൻ്റെതല്ല. അത് കേവലം ഒരു കോലാട്ട് കൊറ്റന്റെ രക്തമാണ്. ചില കോലാട്ട് കൊറ്റന്മാരുടെ രക്തങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മളെ കബളിപ്പിക്കുന്ന സാത്താന്യ മണ്ഡലം പ്രബലമായിരിക്കുന്ന ഈ കാലയളവിൽ കാഴ്ച മാറ്റാം. നാം കേൾക്കുന്ന വാർത്തകളല്ല, നാം കാണുന്ന കാഴ്ചകളല്ല, വാഗ്ദത്തങ്ങളാണ് നമ്മളെ മുന്നോട്ട് നടത്തേണ്ടത്. ഈ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കുവാൻ നാം തയ്യാറാകാത്ത പക്ഷം ദൈവം വാഗ്ദത്തം നിവർത്തിക്കും. പക്ഷെ വാഗ്ദത്തം നിവർത്തിക്കുന്ന ആ സമയപരിധി വരെ യാക്കോബിനെ പോലെ നമ്മുടെ ജീവിതം രട്ടിലും വെണ്ണീറിലും കണ്ണുനീരിലുമായിരിക്കും. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ ദൈവത്തെ നോക്കിക്കൊണ്ട് വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാം, വാഗ്ദത്തങ്ങളിൽ വിശ്രമിക്കാം. അവൻ അത് തക്ക സമയത്ത് നിറവേറ്റിത്തരും.